ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ബദാം മിൽക്ക്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിനായിട്ട് ഞാൻ ഒരു പിടി ബദാം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് അതിന് പീൽ ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ മിൽക്കാണ് ചേർക്കുന്നത്. പിന്നെ ഇത് ഒന്നുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഈ ഡ്രൈ ഫ്രൂട്ട്സിനെ ഞാൻ ഒരു 10 ബദാം, ഒരു 10 പിസ്ത, ഒരു 10 കാഷ്യൂ, അതുപോലെ തന്നെ ഒരു 3 വാൽനട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ വാൽനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പീനട്ട് ചേർത്താലും മതി. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും ബദാം മാത്രമായിട്ട് ചേർത്ത് കഴിഞ്ഞാലും നമ്മുടെ ബദാം മിൽക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമിന് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് അല്പം പാല് ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ബദാം നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിൽ ചേർത്ത് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച പാലിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ബദാം കൂടെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ പാലെടുക്കുമ്പോൾ കഴിവതും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ പോഷകമൂല്യങ്ങൾ കൂടുതലുണ്ടാകും. കുട്ടികൾക്ക് കൊടുക്കാൻ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്കാണ് നല്ലത്. ഇതിൽ ബദാം അരച്ച് ചേർത്തത് കാരണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തുടരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കുങ്കുമപ്പൂവൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഒരു പെയിൽ യെല്ലോ കളറും ഒക്കെ വരുന്നതാണ്. ഞാനതിന് പകരമായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിതിൽ ഓൾറെഡി ഒരു ഫ്ലേവറിങ് ഏജൻറ്റ് ചേർത്തതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറവ് വേണ്ടവർക്ക് കുറവും ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച പൗഡറിൽ ഏലക്കാപ്പൊടി ചേർത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുങ്കുമപ്പൂവ് ചേർക്കാത്തത്. പിന്നെ മഞ്ഞൾപ്പൊടിയും പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾപ്പൊടി ഡെയിലി നമ്മൾ എത്രത്തോളം നമുക്ക് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൗഡർ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അടുത്ത തവണ നമ്മൾ ബദാം മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ചതിന് ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് വീണ്ടും നമ്മൾ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാലൊന്ന് തിക്കായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കരിഞ്ഞു പിടിക്കും.
അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറുകി. ഇപ്പോൾ നേരത്തെ ഒരു 500 ml നമ്മൾ പാലെടുത്തത് ഇപ്പോൾ ഒരു 300-350 ml ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുട്ടികൾക്ക് നിങ്ങൾക്ക് ചൂടോടെ കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം, അതല്ല തണുപ്പിച്ച് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എപ്പോഴും പാൽ കൊടുക്കുമ്പോൾ എപ്പോഴും ഇളം ചൂടുള്ള പാൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പരീക്ഷക്കാലത്ത് കുട്ടികൾക്ക് പഠിച്ചതൊക്കെ മറന്നു പോകാതിരിക്കാനും അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുമായിട്ട് തീർച്ചയായിട്ടും ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെയുള്ള വളരെ എളുപ്പമായിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു എപ്പിസോഡിൽ കാണാം.